ഷാജുവിന്റെ പ്രകടനമൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു പടം? അടിപൊളി ഫൈറ്റ്, അടിപൊളി ഫൈറ്റ്, വേറെ ലെവല്. പെപ്പയുടെ ഒരു വേറെ ലെവല്. RDXലൊക്കെ നമ്മൾ കണ്ടത് അവരൊരു 3 ആളായിട്ടുള്ള ഒരു ഫൈറ്റാണ്. ബോക്സിംഗ് ടൈപ്പ് ഒരു ഫൈറ്റാണ്. അടിപൊളിയായിട്ട് ഡയറക്ഷനും മേക്കിംഗ് വൈസും കാര്യങ്ങളൊക്കെയോ വിജയരാഘവൻ, ലിജോ മോൾ ജോസ്, ഒരു പുതിയൊരു വെറൈറ്റി ഒരു വിജയരാഘവൻ ഒന്നും പറയാം. അടിപൊളി ഹിറ്റാവോ? ഉറപ്പല്ലേ? എല്ലാവരും കാണണം. അടിപൊളി പെർഫോമൻസ് പറയല്ല. അടിപൊളി കിഡലിറ്റി ഉള്ള ഐഡിയാണ്. ബോക്സിംഗ് എങ്ങനെയുണ്ട്? പെപ്പയുടെ ഐഡി നല്ല കൊള്ളാം. എൻജോയ് ചെയ്യാൻ പറ്റിയോ? ഫൈറ്റൊക്കെ അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? നല്ല പടമായിരുന്നു. ജീവിതത്തിൽ ക്ഷമ എല്ലാവർക്കും വേണമെന്നുള്ള ഒരു പാഠം പഠിക്കാനും നമുക്ക് ഒരു മാതൃകയായി ഈ പടം കണ്ടതിൽ ക്ഷമ വേണം ജീവിതത്തിൽ. അതാണ് വിജയം. ക്ഷമയും വിജയം കാണാൻ വരട്ടെ. ചേട്ടാ പടം എങ്ങനെയുണ്ട്? ചേട്ടാ പടം എങ്ങനെയുണ്ട്? ചേട്ടാ പടം എങ്ങനെയുണ്ട്? ചേട്ടാ പടം കാണാൻ പറയാനില്ല. പടത്തിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. സൂപ്പർ പടം. ഇത് റിപ്പീറ്റ് വാച്ച് വരും. നല്ല രീതിയിൽ അതായത് 2025 നമ്മുടെ കപ്പെ നോക്കിയെന്ന് പറയാം. സൂപ്പർ പൊളി പടം. ഒരു രക്ഷയില്ല. ഒന്നും പറയാൻ ആഗ്രഹമില്ല പടത്തിൽ. ഇവിടെ അടിപൊളിയല്ല. എപ്പോഴും വളരെ ഗംഭീരമായിട്ട് ഇടിച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ പ്രത്യേകം വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ പെർഫോമൻസും അടിപൊളി. വിജയരാഘവൻ, എല്ലാവരുടെയും കാര്യങ്ങൾ എടുത്തു നോക്കണം. സൂപ്പർ അടിപൊളിയാണ്. നിങ്ങൾ കണ്ടായിരുന്നു? പാട്ടൊക്കെ പാടുന്നില്ല. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാം പടാ ഞാനത് വരും. നല്ല പടാ. അതൊക്കെ കാര്യത്തിൽ എങ്ങനെയുണ്ടായിരുന്നു? ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? ഫിസിക്കലാണാലും ആക്ടിങ് ആണെങ്കിലും എല്ലാം അടിപൊളി നമ്മൾ ചെയ്യുന്നുണ്ട്. നായിക അടിപൊളി അവനെ വീട്ടിലെ അവൻ്റെ നായിക ഒരു രക്ഷയില്ല. ഏറ്റവും കൂടുതൽ അടിപൊളി ഒരു രക്ഷയില്ല. വീട്ടിലാണ് പൊളിച്ചടിക്കും. നല്ലൊരു പടമാണ്. നല്ല പടം. എല്ലാവരും വീട്ടിൽ ആരോടൊന്നും പറ്റില്ല.